എൻസിപിയിൽ പുതിയ പ്രസിഡന്റായി അടുപ്പക്കാരെ കൊണ്ടുവരാൻ കരുനീക്കം തുടങ്ങി പി.സി. ചാക്കോയും എ.കെ. ശശീന്ദ്രനും. പി.സി. ചാക്കോ സ്വമേധയാ രാജിവെച്ചതാണെന്നും അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വന്നാലും പിന്തുണയ്ക്കുമെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. തോമസ് കെ തോമസ് യോഗ്യനാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കാനാണെന്നും ശശീന്ദ്രൻ ചോദിച്ചു. തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. അവർ തീരുമാനിക്കും. അവർ തീരുമാനിച്ചാൽ ഞങ്ങൾ അംഗീകരിച്ച് മുമ്പോട്ട് പോകും. എൻ്റെ പിന്തുണ ആർക്കും ആവശ്യമില്ല, എന്നാൽ എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ എൻ്റെ പിന്തുണയോ എൻ്റെ ചർച്ചയോ അല്ല പ്രശ്നം. ഞങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ദേശീയ നേതൃത്വം എന്ന് പറഞ്ഞാലും ശ്രീ ശരത് പവാറാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ എന്താണോ പറയുന്നത് അതാണ് കേരളത്തിലെ NCP പ്രവർത്തകന്മാരുടെ അവസാന തീരുമാനം. ഭാവിയിൽ അദ്ദേഹം ഓരോരുത്തരുടെ ആരാണോ പ്രസിഡന്റ് ആകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കും നല്ലതോ ചെയ്തോ. മുൻവിധിയോടുകൂടി ആരെയും കാണുകയും ചെയ്യുന്നത് ശരിയല്ല. കാരണം എല്ലാവർക്കും ഓരോ തരം കഴിവുകളും പ്രവർത്തന പരിചയമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ പുതിയ മന്ത്രിമാർ നല്ല പെർഫോമൻസ് കാണിക്കുന്നവരില്ലേ, അപ്പോൾ നമുക്കത് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. പി.സി. ചാക്കോയുടെ രാജി ഞെട്ടിച്ചെന്ന് തോമസ് കെ തോമസ് പറഞ്ഞു. ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടാൽ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറെന്നും തോമസ് കെ തോമസ്. ഒരു ഷോക്കിംഗ് ന്യൂസ് പോലെ തോന്നുന്നു പെട്ടെന്ന്. കാരണം ഇതിനൊക്കെ ഒരു മീറ്റിങ്ങും അതിൻ്റെ ഒരു സംവിധാനമൊക്കെ വന്നിട്ട് ഔദ്യോഗികമായിട്ട് അവിടെ ചർച്ച ചെയ്തിട്ട് വേണമായിരുന്നു തീരുമാനിക്കാം. സഡൻ അങ്ങനെ തീരുമാനിക്കുമ്പോൾ നമ്മൾ തന്നെ പെട്ടെന്ന് നടുക്കലിലായ ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നു. അതാണ് നമ്മുടെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് NCPക്ക് ഒരു നേതൃത്വം വേണം, ഒരു സംസ്ഥാന പ്രസിഡന്റ് വേണം, സംവിധാനം വേണം, നല്ല രീതിയിൽ NCP മുന്നോട്ട് പോകണം. അതിനാരാണ് യോഗ്യൻ എന്നുള്ളത് ശരത് പവാർ തീരുമാനിച്ചിട്ട് ഔദ്യോഗികമായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിവിധി ഉണ്ടാകും. അദ്ദേഹം പറയുകയാണ് അങ്ങനെ ആക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും സംശയമൊന്നുമില്ല, ആ കാര്യത്തിൽ ഏറ്റെടുക്കും. സഹിൻ ആന്റണി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സഹിൻ, NCPയിൽ കൂട്ടപ്പൊരിച്ചിലാണ്, ചാക്കോ രാജിവെക്കുന്നു. ഇനിയിപ്പോൾ ആര് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തും എന്നാണ് കരുതേണ്ടത്? ആരുടെ പേരിനാണ് മുൻതൂക്കം? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ NCPയിൽ വീണ്ടും അടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പി.സി. ചാക്കോ രാജിവെച്ച മണിക്കൂറുകൾ പിന്നിട്ടിട്ടില്ല. വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി പിടിവലി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പി.സി. ചാക്കോ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് എ.കെ. ശശീന്ദ്രനാണ്. പി.സി. ചാക്കോ PM സുരേഷ് ബാബുവിനെയും ഒപ്പം തന്നെ KR രാജനെയും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. പ്രത്യേകിച്ചും പി.സി. ചാക്കോ കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. PM രാജന് സുരേഷ് ബാബുവും ഒപ്പം തന്നെ KR രാജനും പി.സി. ചാക്കോയോടൊപ്പം കോൺഗ്രസിൽ നിന്ന് വന്ന ആളുകളാണ്. പി.സി. ചാക്കോ പറയുന്നതിന് അനുകൂലമായി നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പി.സി. ചാക്കോ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അങ്ങനെ തനിക്ക് അനുകൂലമായിട്ടുള്ള ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം പി.സി. ചാക്കോ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ തന്നെ മറുവിഭാഗം എ.കെ. ശശീന്ദ്രൻ വിഭാഗം തോമസ് കെ തോമസിനെ പ്രസിഡന്റാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും നാളുകളായി എ.കെ. ശശീന്ദ്രനും തോമസ് കെ തോമസും തമ്മിൽ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എ.കെ. ശശീന്ദ്രന് തോമസ് കെ തോമസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നാൽ മന്ത്രിസ്ഥാനത്ത് തുടർന്നു പോകാൻ കഴിയും. അതെല്ലാം കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തോമസ് കെ തോമസിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് എ.കെ. ശശീന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പി.സി. ചാക്കോയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇപ്പോൾ മണിക്കൂറുകൾ, താൻ രാജിവെച്ച മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ പുതിയ ഒരാളെ കൊണ്ടുവരാനുള്ള പി.സി. ചാക്കോയുടെ നീക്കം, അത് തോമസ് കെ തോമസ് ഒപ്പം തന്നെ എ.കെ. ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് വലിയ പ്രതിഷേധത്തിന് അല്ലെങ്കിൽ അവരുടെ വലിയ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തോമസ് കെ തോമസിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എ.കെ. ശശീന്ദ്രൻ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ പി.സി. ചാക്കോയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പി.സി. ചാക്കോ പറയുന്നത് സുരേഷ് ബാബുവിനെയോ അല്ലെങ്കിൽ KR രാജനെയോ കൊണ്ടുവരണം എന്നുള്ളതാണ്. എന്തായാലും നേതാക്കൾ ഇപ്പോൾ തുറന്ന് അഭിപ്രായം പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോഴും ഈ പി.സി. ചാക്കോ രംഗത്ത് വരാൻ തയ്യാറായിട്ടില്ല. തൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് വരാതെ മറ്റെവിടെയോ നിൽക്കുകയാണ്. സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.